എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി ഉയർത്തിയതിന് കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ക്ലിറ്റി തോമസ്, ഇതെൻ്റെ ഹസ്ബൻഡ് റെജി തോമസ്, ഇതെൻ്റെ മകൻ ജുവൽ തോമസ്. ഞങ്ങൾ വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ജോലി കിട്ടിയ ഒരു സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ നേഴ്സായിട്ട് കുവൈറ്റിൽ വർക്ക് ചെയ്യുകയായിരുന്നു, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ MOHൻ്റെ ഒരു ഇൻ്റർവ്യൂ വരികയും അതിനകത്ത് ഞാൻ പാസ്സാവുകയും ചെയ്തു. പക്ഷേ എനിക്ക് അവിടെ നിന്ന് അവർ NOC തരത്തില്ലായിരുന്നു. NOCക്ക് വേണ്ടി ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു 2 വർഷമായവർക്ക് കൊടുക്കത്തില്ല, 3 വർഷമായാലേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മാനേജ്മെൻറ്റ് മാറുകയും അവരെന്തായാലും തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് NOC വേണ്ട, എക്സിറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ എക്സിറ്റിനും അവർ വില്ലിങ് അല്ലായിരുന്നു. അന്നേരം എനിക്ക് അവിടുന്ന് ഉടമ്പടി ഉപ്പ് കിട്ടുകയും ഞാനത് HR-ൻ്റെ മുന്നിലിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥിച്ചതിന് ശേഷം HR എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് എക്സിറ്റ് തരാം, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സിറ്റ് മേടിച്ച് ഇങ്ങോട്ട് പോരാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുകയും നീ ഒന്നും കൂടി അപ്ലൈ ചെയ്താൽ മതി, അപ്പോൾ നിനക്ക് എന്തായാലും മിനിസ്ട്രിയിലേക്ക് തന്നെ വരാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഒന്നും കൂടി അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. നാട്ടിൽ എന്തായാലും ഇൻ്റർവ്യൂ ഉണ്ടാകും എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോന്ന് ഞാൻ ഉടമ്പടി എടുത്തത് തീർത്ഥാടന ഉടമ്പടി എടുത്തത് മെയ് 14-ാം തീയതി 2025 അങ്ങനെ ഞാൻ ഇവിടെ വരികയും ഞാൻ നാട്ടിൽ വന്നത് മെയ് 9-ാം തീയതിയാണ്. അന്ന് മെയ് 14-ന് ഞാൻ ഇവിടെ വരികയും തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു. തീർത്ഥാടന ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അവിടുന്ന് ഇൻ്റർവ്യൂ വരികയും ഞാൻ അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിന് റിപ്ലൈ ഒന്നും വന്നില്ല. അന്നേരം അവിടെ അന്വേഷിച്ചപ്പം പറഞ്ഞു നമ്മൾ എല്ലാം ലോക്കലിലാണ് ഞാൻ അവിടെ എല്ലാ സർട്ടിഫിക്കറ്റും സബ്മിറ്റ് ചെയ്തേക്കുന്നത്, ലോക്കൽ മാറ്റി ലോക്കം ആക്കിയാൽ നമുക്ക് നാട്ടിൽ നിന്ന് കയറി വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ എല്ലാ മാസവും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യം ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ ലോക്കൽ മാറ്റിയിട്ട് എല്ലാം ലോക്കമാക്കിയിട്ടുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, പാസ്പോർട്ട് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്പോർട്ട് സെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞപ്പം എനിക്ക് മെയിൽ വന്നു നിങ്ങളുടെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി വെച്ചേക്കുവാന്ന് എന്ന് പറഞ്ഞു. അപ്പം വിസയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. 1 മാസം നിന്നു, വിസ വന്നില്ല. അന്നേരം എൻ്റെ ഫ്രണ്ട് പോയി അവിടെ അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഓൾറെഡി നിൻ്റെ പേരിൽ ഒരു വിസ കിടക്കുകയാണ്, അതുള്ളത് കൊണ്ട് ഇവർക്ക് വിസ അടിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അത് ക്യാൻസൽ ചെയ്തതിന് ശേഷമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിനുവേണ്ടി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കോൺടാക്റ്റ് ചെയ്യുകയും അവരത് ക്യാൻസൽ ചെയ്ത് തരികയും എനിക്ക് പിന്നെ അവർ മെയിൽ അയക്കുകയും പിന്നീട് അവർ വിസ എനിക്ക് അയച്ചു തരികയും ചെയ്തു. അങ്ങനെ വിസ എനിക്ക് ഞാൻ ഉടമ്പടി എടുത്ത് 1 വർഷം കറക്റ്റ് ആയപ്പം വിസ എനിക്ക് മെയ് 14-ാം തീയതി എനിക്ക് വിസ കിട്ടി. എനിക്കിപ്പം ടിക്കറ്റും വന്നു. ഞാൻ നാളെ കഴിഞ്ഞ് ഞാൻ 25-ാം തീയതി ഞാൻ കുവൈറ്റിന് മിനിസ്ട്രിയിലേക്ക് പോവുകയാണ്. അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ എല്ലാ മാസവും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്താണ് എനിക്ക് എല്ലാ മെയിലും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ടിരുന്നത്. മാതാവിന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു മെഡിക്കൽ ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് ഓൾറെഡി ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തതാണ്. ഞാൻ ഇവിടുന്ന് മെഡിക്കൽ ചെയ്യുകയും അവിടെ മെഡിക്കൽ ചെയ്യുകയും എനിക്ക് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് പോകാൻ വേണ്ടി മെഡിക്കൽ ചെയ്തപ്പോൾ എൻ്റെ എക്സ്റേ പാച്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി തൈലവും വിശുദ്ധ വസ്തുവായ ഉപ്പും തേനും ഉപയോഗിച്ചതിൻ്റെ ഫലമായി 1 ആഴ്ച കഴിഞ്ഞ് ഞാൻ എക്സ്റേ ചെയ്തപ്പോൾ എനിക്ക് എക്സ്റേയിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ ഡ്രൈവിംഗ് എന്ന ഒരു സ്വപ്നമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മാതാവ് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഞാൻ 3 പ്രാവശ്യം അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് പാസ്സാകാൻ വേണ്ടി പറ്റിയത്. പക്ഷേ അന്ന് ഞാൻ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാം പാസ്സായത്. എനിക്ക് 2 വീലർ വേണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞതാണ്. എനിക്ക് 4 വീലർ മാത്രമേ ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, 2 വീലറിൻ്റെ 8 എടുക്കാൻ പറ്റുന്നേ ഇല്ലായിരുന്നു. പക്ഷേ എന്നോട് RTO ഞാൻ 4 വീലറിൻ്റെ ടെസ്റ്റിന് ചെന്നപ്പോൾ RTO എന്നോട് ചോദിച്ചു എവിടെയാണ് പഠിക്കുന്നത്, എന്തിനാണ് ജോലി ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു നേഴ്സായിട്ടാണ് കുവൈറ്റിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു 2 വീലർ വേണ്ടേ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം ലൈസൻസ് വന്നപ്പോൾ എനിക്ക് 2 വീലറും 4 വീലറും കിട്ടി. അമ്മ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വരുമായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പോയിട്ട് എല്ലാ വീടുകളിലും കയറിയിട്ട്
വിശുദ്ധ വസ്തുവായ തൈലം വെച്ച് കുരിശ വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാവർക്കും ഞങ്ങൾ വിതരണം ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾ കൂടുതലും കൊടുത്തത് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനായിരുന്നു. അവർ ആത്മീയമായിട്ട് ഒത്തിരി വളരാനായിട്ട് അവർക്കാണ് കൊടുത്തിരുന്നത്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കാണുകയും അത് സ്റ്റാറ്റസ് ഇടുകയും എല്ലാ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് ഞാൻ വേണ്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു. ഞാൻ ആദ്യം പൈസയൊക്കെ കൊടുത്ത് എല്ലാവരെയും സഹായിക്കുകയും അവർ നമുക്ക് ചോദിക്കുന്നവർക്ക് കൊടുത്ത് സഹായിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സ്വന്തം ഇടവകയിൽ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ ഞാൻ പോയിട്ട് വൃദ്ധരായവരെ ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അവരെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങൾ അവരെ ഭക്ഷണം കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് അമ്മ മാതാവ് കൃപാസന മാതാവ് ഈശോയും കൂടി എനിക്ക് വിസയും ഇതും തന്ന് മാതാവിന് 1000 നന്ദി പറയുന്നു. ആത്മീയമായിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും വിശുദ്ധ ബലി അർപ്പിക്കുകയും മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കുകയും എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും ഞാൻ സമ്പൂർണ്ണ ബൈബിൾ 2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഉപവാസം എടുക്കുന്ന ഞാൻ ഒരിക്കലും ഉപവാസം എടുക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം അറിയാം, കൃത്യനിഷ്ഠമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ അമ്മ മാതാവ് എന്നെ അതിൽ ഉപവാസം എടുക്കുവാനും ഒരു നേരം നിൽക്കുവാനും ഒക്കെ എനിക്ക് അനുഗ്രഹം തന്നു. അതിനും അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നാണ് പരിശുദ്ധ അമ്മ തൻ്റെ മാഗ്നിഫിക്കത്ത് സ്തോത്രഗീതത്തിൽ അമ്മ വളരെ സന്തോഷത്തോടു കൂടി പാടുന്നത്. ഹബക്കൂക്ക് പ്രവാചകനും പറഞ്ഞത്, നിങ്ങളുടെ വരുന്ന നാളുകളിൽ വലിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ഇതെല്ലാം പുതിയ നിയമവും പഴയ നിയമവും കൂട്ടിച്ചേരുമ്പോൾ അത് ഈശോ ഫുൾഫിൽ ചെയ്യുന്ന ഒരുപാട് സ്വപ്നങ്ങളാണ്. നാം ഉടമ്പടിയിലായിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. ദൈവത്തോടു കൂടെ ആയിരിക്കുക, ഈശോ രക്ഷകനാണെന്ന് ഏറ്റുപറയുക, ഇതെല്ലാം ഈശോയുടെ വലിയ സ്വപ്നങ്ങളാണ്. ഇവിടെ ക്ലിറ്റി തൻ്റെ ജീവിത പങ്കാളി റെജിയോടും മകൻ ജുവലിനോടും കൂടി വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഇവരുടെ കൈവിട്ടു പോയ കാര്യങ്ങളാണ്. കുവൈറ്റിൽ ജോലി എക്സിറ്റ് അടിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ എൻ്റെ ഒരു NOC കിട്ടാതിരുന്നപ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് ഇങ്ങോട്ട് തിരിച്ചു പോന്ന് ഒരു ഫ്രണ്ടാണ് ഉടമ്പടി ചെയ്തപ്പോൾ ആദ്യമായി പരിശുദ്ധ അമ്മയുടെ ഒരു സ്വരമായി മകൾ ശ്രവിച്ചത്, നിനക്ക് ആ മിനിസ്ട്രിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അതൊരു വലിയ വാക്കായിരുന്നു. ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ മിത്രങ്ങളോ ബന്ധുക്കളോ നാം അറിയാത്ത ആളുകളോ ദൈവവചനമോ എന്തെങ്കിലുമൊക്കെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പരിശുദ്ധാമ്മ കൃത്യമായിട്ട് ചെയ്യുന്നത് നമുക്ക് സാധിക്കും. നമുക്ക് കേൾക്കാനും കാണാനും സാധിക്കും. എൻ്റെ മെറിറ്റിൽ ഇനി എനിക്കൊന്നും സാധിക്കുകയില്ല, ഞാനൊരു 0 ആയി എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നത്. ക്ലിറ്റിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. വളരെ പെട്ടെന്ന് 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ മകൾക്ക് കുവൈറ്റിലേക്ക് വീണ്ടും മിനിസ്ട്രിയിൽ ജോലി പ്രവേശിക്കാൻ സാധിച്ചു എന്നതിൻ്റെ മനോഹരമായ സാക്ഷ്യമാണിത്. അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റിൻ്റെ സമയത്തായാലും മകൾ പറയുകയായിരുന്നു, ഞാൻ ഓൾറെഡി കുവൈറ്റിൽ പോയിട്ടുള്ളതാണ്, പക്ഷേ രണ്ടാമതും മെഡിക്കൽ ടെസ്റ്റിന് അപ്പിയർ ചെയ്തപ്പോൾ എനിക്ക് എക്സ്റേയിലൊരു പാച്ചസ് വന്നതായിട്ട് കാണപ്പെട്ടു. ഇവിടെ വന്ന് വളരെ പെട്ടെന്ന് തൈലവും ഇവിടെ നമ്മുടെ നേർച്ച വസ്തുക്കൾ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, വിശ്വാസപ്രയോഗം ചെയ്യണമെന്നുള്ള കാര്യം നമുക്കറിയാം. മകൾ അത് തന്നെ കൃത്യമായി ചെയ്യുകയും അവർക്ക് നെക്സ്റ്റ് സ്കാനിങ്ങിൽ ഒരു ടെസ്റ്റിൽ അവർക്ക് അങ്ങനെ ഒരു പാച്ചസ് ഇല്ല എന്ന് ഉള്ള സൗഖ്യവും ഒരു അറിയിപ്പും അവർക്ക് ലഭിച്ചു പോകാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിട്ടി. ഡ്രൈവിംഗ് ലൈസൻസ് അത് ക്ലിറ്റിക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്തതായിരുന്നു. 4 വീലർ മാത്രം മതിയായിരുന്നു, ഒരു നെയിം സേക്ക് എടുക്കണമായിരുന്നു. പക്ഷേ അവിടെ RTO തന്നെ മോളോട് പറഞ്ഞു, ഇത് 2ഉം കൂടി കൊണ്ടുപോക്കോ എന്നാണ് അവളോട് പറഞ്ഞത്. 4 വീലർ ആൻഡ് 2 വീലറിൻ്റെ 2ൻ്റെയും ലൈസൻസ് നൽകി മകളെ അനുഗ്രഹിച്ചു. വളരെ പേടിച്ച് വിറച്ച് അല്ലെങ്കിൽ നെർവസായി വണ്ടി ഓടിക്കുമ്പോൾ ഓടിക്കുന്നത് ആ ടെസ്റ്റ് പാസ്സാക്കുന്നത് ആ ടെസ്റ്റ് ചെയ്യിക്കുന്നതും പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മുടെ നേർച്ച വസ്തുക്കൾ കാശുരൂപം നാം മുറുകെ പിടിക്കുമ്പോൾ ഉടമ്പടി കാശുരൂപത്തിൻ്റെ ശക്തി നാം ഓരോരുത്തരും അനുഭവിക്കുന്നതാണ്. നമ്മുടെ കയ്യിലിരുന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിൽ അത് ചലിക്കുന്നതും എല്ലാം നാം പലപ്പോഴും അനുഭവിക്കുന്നതാണ്. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. ഈശോ ആണ് നമുക്ക് ഈ കൃപ നൽകുന്നത്. ഈശോ ചോദിക്കുന്നുണ്ട്, ഒരു യുവാവ് ഈശോയോട് ചോദിച്ചു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം?
ഈശോ പറഞ്ഞ ഒരു ഉത്തരം അതാണ്. നല്ല സമറിയാക്കാരൻ്റെ ഉത്തരത്തിലൂടെ നീയും പോയി അതുപോലെ ചെയ്യുക. നമ്മുടെ കാരുണ്യ പ്രവൃത്തികളിലൂടെയെല്ലാം നീയും പോയി അതുപോലെ ചെയ്യുക എന്നുള്ളൊരു വലിയ ആ പ്രവൃത്തി, ചെയ്യുന്ന പ്രവൃത്തി നാം ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഉറപ്പുണ്ടാകുന്നത്. എൻ്റെ അക്കൗണ്ടിൽ ഈശോയ്ക്ക് ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന എൻ്റെ നിത്യതയിലേക്ക് പ്രാപിക്കാനായി ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമുക്കെപ്പോഴും ആ ഒരു അക്കൗണ്ടിന് വേണ്ടി ജീവിക്കാം. സുവിശേഷത്തിൽ വിശ്വസിക്കുകയും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ഈശോയുടെ വലിയ തീരുമാനം, നിലപാട് നമുക്ക് ഏറ്റെടുക്കുകയും ചെയ്യാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ക്ലിറ്റിക്കും കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്ക് നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.